ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ ഹോണ്ട കാർസിന്റെ ആദ്യ ഇലക്ട്രിക് SUV 2026-ൽ ഇന്ത്യയിൽ വിപണിയിലെത്തുമെന്നാണ് സൂചന. പുതിയ മോഡലിൽ ഹോണ്ട എലിവേറ്റിനോട് സാമ്യമുള്ള ബോഡി ഷെല്ലായിരിക്കും ഉൾപ്പെടുത്തുക. എന്നാൽ ഡിസൈനിൽ പുതുമ വരുത്തിയായിരിക്കും കമ്പനി പുതിയ വണ്ടി ഇറക്കുക. ഹോണ്ടയുടെ ഇലക്ട്രിക് വാഹന മേഖലയിൽ ഇന്ത്യൻ വിപണിയിലേക്ക് കടക്കുന്ന ഏറ്റവും വലിയ ചുവടുവയ്പായിരിക്കും ഇത്. ആദ്യമെത്തുന്നത് എലിവേറ്റ് പ്ലാറ്റ്ഫോമിൽ ഒരുക്കുന്ന സമ്പൂർണ്ണ ഇലക്ട്രിക് വാഹനമായിരിക്കും. ഇതുകൂടാതെ 2 ഹൈബ്രിഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് മോഡലുകളും ഹോണ്ട പരിചയപ്പെടുത്തും. 2026-27 കാലയളവിൽ 3 വൈദ്യുത വാഹന മോഡലുകൾ ഹോണ്ട പുറത്തിറക്കുമെന്നാണ് ഹോണ്ട കാർസ് ഇന്ത്യയുടെ പ്രസിഡന്റ് താക്കുയാ സുമുറ വ്യക്തമാക്കിയിരിക്കുന്നത്. ഹോണ്ടയുടെ ഉൽപ്പന്ന പോർട്ട്ഫോളിയോയിൽ വൈദ്യുത വാഹനങ്ങളുടെ അനുപാതം വർദ്ധിപ്പിക്കുന്നതിലൂടെ സുസ്ഥിരതാ ലക്ഷ്യങ്ങൾ കൈവരിക്കാനാണ് കമ്പനിയുടെ ലക്ഷ്യം. ഇപ്പോൾ ടാറ്റ, MG, മഹീന്ദ്ര തുടങ്ങിയ കമ്പനികൾ മുൻതൂക്കം നിലനിർത്തുന്ന ഇലക്ട്രിക് SUV മേഖലയിൽ 2026ഓടെ ഹോണ്ട കടന്നുവരും. 2025ഓടെ മാരുതി സുസുക്കിയും ഹ്യുണ്ടായും ഇലക്ട്രിക് മോഡലുകളുമായി ഈ മത്സരത്തിൽ ചേരും. ഹോണ്ടയുടെ പ്രധാന എതിരാളികളിലൊന്നായ മഹീന്ദ്ര BE6e 59 kWh, 79 kWh എന്നീ ബാറ്ററി ഓപ്ഷനുകളോടുകൂടി 682 കിലോമീറ്റർ വരെ റേഞ്ച് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. 175 കിലോവാട്ട് ഫാസ്റ്റ് ചാർജിംഗ്, ഡ്യുവൽ സ്ക്രീൻ ഡിസ്പ്ലേ, അഡ്വാൻസ്ഡ് റിയാലിറ്റി ഹെഡ്സപ്പ് ഡിസ്പ്ലേ, ലെവൽ 2 ADAS എന്നിവയാണ് ഇതിന്റെ പ്രധാന സവിശേഷതകൾ. 2026ൽ ഹോണ്ടയുടെ ഇലക്ട്രിക് SUV അവതരിപ്പിക്കുന്നത് വൈദ്യുതീകരണ രംഗത്തുള്ള വലിയ ചുവടുവയ്പായിരിക്കുമെങ്കിലും സവിശേഷതകളിൽ ഏറെ മുന്നിട്ടു നിൽക്കുകയും മൂല്യത്തിന്റെയും പ്രകടനത്തിന്റെയും കാര്യത്തിൽ മത്സരം തരണം ചെയ്യുകയും വേണ്ടിവരും. എന്നാൽ മത്സരാധിഷ്ഠിത ഇന്ത്യൻ EV വിപണിയിൽ വേറിട്ടു നിൽക്കാൻ പ്രകടനം, സവിശേഷതകൾ, മൂല്യം എന്നിവയുടെ കാര്യത്തിൽ ഹോണ്ടയ്ക്ക് ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരും. ഹോണ്ടയുടെ ഈ പദ്ധതിയിലൂടെ ഇന്ത്യയെ ഒരു ഇലക്ട്രിക് വാഹന ഉൽപാദന കേന്ദ്രമാക്കാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന.